അൻവറിനെതിരെ പരാതി നൽകി ബിജെപി നേതാവ് ഷോൺ ജോർജ്. ഡിജിപിക്കാണ് പരാതി നൽകിയത്. ഗുരുതര കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും മറച്ചുവെച്ചെന്നും പരാതിയിലുണ്ട്. വിവരങ്ങളുമായി വി വിനീഷ് ചേരുകയാണ്. വിനീഷ്, കഴിഞ്ഞ ദിവസം ജനം ടിവിയോട് PC ജോർജ് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. PV അൻവർ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ തെളിവുകൾ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഇത്തരത്തിൽ PV അൻവറിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ദേവിക, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെയാണ് PV അൻവർ MLA അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. തന്റെ പക്കൽ തെളിവുകളുണ്ട് എന്ന് PV അൻവർ MLA ആ സാഹചര്യങ്ങളിൽ പറയുന്ന സാഹചര്യവുമുണ്ടായി. പക്ഷേ തുടർന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം PV അൻവർ MLA നിലപാട് മയപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ അറിയാതിരുന്നിട്ട് പോലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായി പോലീസിനെ ഇത് മുൻകൂട്ടി നേരത്തെ തന്നെ അറിയിക്കേണ്ടിയിരുന്നു. ഇല്ലെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിനെ കൃത്യമായി അറിയിക്കാൻ MLAക്ക് സാധിക്കും. പക്ഷെ അത്തരം നടപടികളിലേക്ക് MLA പോകാതെ കൃത്യമായി ഇത് മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം പല ഘട്ടങ്ങളിലും അദ്ദേഹം നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം തുറന്നു പറയുന്ന സാഹചര്യം ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കൃത്യമായി അറിയായിരുന്നിട്ട് പോലും ADGP MR അജിത് കുമാറിന്റെ കുറ്റകൃത്യങ്ങൾ അറിയായിരുന്നിട്ട് പോലും അത് മുൻകൂട്ടി നേരത്തെ പോലീസിനെ അറിയിക്കാനോ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കാനോ PV അൻവർ MLA തയ്യാറായില്ല. ആ സാഹചര്യത്തിലാണ് PV അൻവർ MLA കൃത്യമായ വിവരങ്ങൾ പുറത്തു പറഞ്ഞില്ലെങ്കിൽ പറയാത്ത ഘട്ടമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം വീണ്ടും ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് പിന്നോക്കം പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൃത്യമായി ഈ കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം ആദ്യഘട്ടം മുതൽ ഈ കേസ് അല്ലെങ്കിൽ MR അജിത് കുമാറിനെതിരെയുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടും പോലീസിനെ അറിയിച്ചില്ല. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനാൽ നിയമപ്രകാരം MLAക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് BJP നേതാവ് ഷോൺ ജോർജ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് DGPക്ക് അദ്ദേഹം പരാതി കൈമാറിയിരിക്കുന്നത്. വിനീഷ്, കഴിഞ്ഞ ദിവസം ജനം ടിവിയോട് BJP നേതാവ് PC ജോർജ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ചെറിയ കാര്യങ്ങളല്ല PV അൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്, കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു PV അൻവർ MR അജിത് കുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ മുന്നോട്ട് വച്ചത്. ഈ ഒരു സ്ഥിതിക്ക് ഇത്തരമൊരു പരാതി പോവേണ്ടത് ഈ ഒരു സമയത്ത് അഭികാമ്യമാണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത്? കാരണം ഇത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു തീർക്കാൻ ഇതൊരു പാർട്ടി കാര്യമൊന്നുമല്ല. ഇത് സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ഏറ്റവും ഉന്നത അധികാരത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ച എന്ന് ചൂണ്ടിക്കാട്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണം, അല്ലെങ്കിൽ ഇത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി തന്നെ ഉടലെടുത്ത ഒരു കേസായിട്ട് ഇതിനെ കാണേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച PV അൻവർ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതാണ് എന്നാണ് ഷോൺ ജോർജ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ ADGP ആയിരുന്ന MR അജിത് കുമാറിനെതിരെയുള്ള വിവരങ്ങൾ, കുറ്റകൃത്യങ്ങൾ നടത്തിയ സംബന്ധിച്ചുള്ള വിവരങ്ങൾ PV അൻവർ MLAക്ക് അറിയാമായിരുന്നു. ആ സമയങ്ങളിൽ അത് അറിഞ്ഞ സമയത്ത് കൃത്യമായി പോലീസിനെ അറിയിക്കാൻ PV അൻവർ MLA തയ്യാറായില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പോലും അദ്ദേഹം തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറച്ചു പിടിച്ചതിനെ PV അൻവർ MLAക്കെതിരെ കേസെടുക്കണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് നിയമപരമായി കേസെടുക്കാൻ സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് DGPക്ക് ഷോൺ ജോർജ് പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വി വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.